Welcome back to Bosco Campus Vision. This is the 17th lecture of Computer Application for Publications, topic Animation Effects. What is animation effects? Animation shows movement in text and in a presentation slide. PowerPoint 2010 includes a wide range of animation effects which make the presentation dynamic and interesting. When you display a slide without animation, it displays all its contents at once. By adding animation effects, you can grab the attention of the viewers by highlighting or focusing on some important text and objects in the presentation. The animation effects allow you to specify how the text and objects should appear in the slideshow, and the animation can help make a PowerPoint presentation more dynamic and help make information more memorable. You can also add sound to increase the intensity of your animation effects. Then going to what are the steps for creating animation effects. And also animation can be useful in making a presentation more dynamic and helps to emphasize points, but too much animation can be distracting. അതായത് ഒരുപാട് അനിമേഷൻസ് ഒരേ സ്ലൈഡിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും ഒരു ഭംഗിയില്ലാതെയാവുന്നു. അതുകൊണ്ട് ഒരുപാട് അനിമേഷൻസ് കൊടുക്കാതെ കുറച്ച് അനിമേഷൻസ് മാത്രം പോയിൻ്റ് ഔട്ട് ചെയ്ത് കൊടുക്കുക. Then select one of the objects in the slide and click on the Add Animation menu option. അതായത് ഏത് സ്ലൈഡിൽ ഏത് ഒബ്ജക്റ്റിനാണോ നമ്മൾ അനിമേഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ നമ്മൾ ആ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആ കണ്ടൻറ്റ് നമ്മൾ സെലക്ട് ചെയ്ത ശേഷം എന്താണ് ആ അനിമേഷൻ റിബൺ ടാബിൻ്റെ അകത്ത് അനിമേഷൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് അനിമേഷൻ ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഏത് വേണം എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ അകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നൺ, അപ്പിയർ, ഫീഡ്, ഫ്ലൈറ്റ് ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് സെലക്ട് ചെയ്താൽ മതി. ഓരോന്നും ഓരോ ഇതിലായിരിക്കും, ഓരോ ഇഫക്റ്റ് ഓരോന്നും ലാബിൽ നോക്കുമ്പോൾ ഓരോ മനസ്സിലാവാൻ പറ്റത്തുള്ളൂ. ഇരിക്കത്തില്ല വീലിൻ്റെ ഷേപ്പ് വരുന്നത്. വീലിൻ്റെ ഷേപ്പിലായിരിക്കും ആ കണ്ടൻറ്റ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന കണ്ടൻറ്റോ അല്ലെങ്കിൽ ഒബ്ജക്റ്റോ എന്ത് ചെയ്യുന്നത് അപ്പിയർ ചെയ്യുന്നത്. അപ്പം ഓരോന്നിനും ഡിഫറൻറ്റ് ഓപ്ഷൻസ് ആയിരിക്കും നമുക്ക് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. അതിൽ തന്നെ 3 എണ്ണമാണുള്ളത്. എൻട്രൻസ്, എംഫസൈസ്, എക്സിറ്റ്. എൻട്രൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെലക്ട് ചെയ്തേക്കുന്ന കണ്ടൻറ്റ് വരുമ്പം, അതായത് എൻട്രൻസിൽ എങ്ങനെ അപ്പിയർ ചെയ്യണം എന്നുള്ളതിനുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ അത് വന്ന് നിന്ന് കഴിഞ്ഞ് എംഫസൈസ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് എക്സിറ്റ്, നമ്മൾ അതിൽ നിന്നും പോകുമ്പോൾ അതെങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കണം എന്നുള്ളത് അറിയാനായിട്ട് ഓപ്ഷൻസ് ഉണ്ട്. അതായത് എൻട്രൻസ്, എംഫസൈസ്, എക്സിറ്റ്. ഇപ്പോൾ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻട്രൻസ് വിൽ കോസ് ദ ഒബ്ജക്റ്റ് ടു അപ്പിയർ ഇൻ ദ സ്ക്രീനിലേക്ക് എങ്ങനെ അത് അപ്പിയർ ആവണം. അപ്പിയർ ആയി കഴിഞ്ഞ ശേഷം എങ്ങനെ എംഫസൈസ് വിൽ കോസ് ദ ഒബ്ജക്റ്റ് ടു എംഫസൈസ് വിത്തൗട്ട് അപ്പിയറിങ് ഓർ ലീവിങ് ദ സ്ക്രീൻ. അപ്പിയറിങ് ചെയ്യുന്നതിനോ അല്ലെ ആ സ്ക്രീനിൽ നിന്നും പോകുന്നതിനോ ഇടയ്ക്കായിട്ട് അതിനെ എങ്ങനെ കാണിക്കണം എന്നറിയാൻ വേണ്ടിയിട്ടാണ് എംഫസൈസ് എന്നുള്ള ഓപ്ഷൻ. Then third option is exit. Exit will cause the object to disappear from the screen. സ്ക്രീനിൽ നിന്ന് എങ്ങനെ ഡിസപ്പിയർ ആവണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എക്സിറ്റിൻ്റെ അകത്തെ ഓപ്ഷൻസ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പം എൻട്രൻസ്, എംഫസൈസ്, എക്സിറ്റ്. അപ്പം എൻട്രൻസിൻ്റെ അകത്ത് അപ്പിയർ, ഫെയ്ഡ്, ഫ്ലൈ ഇൻ, ഫ്ലോട്ട് ഇൻ, സ്പ്ലിറ്റ്, വൈപ്പ്, ഷേപ്പ്, വീൽ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എംഫസൈസിൻ്റെ അകത്താണെങ്കിൽ പൾസ്, ടീറ്റർ, സ്പിൻ, ഡാർക്കൻ, ലൈറ്റൻ, ട്രാൻസ്പെറൻസി, അങ്ങനെ അത് എംഫസൈസ് കാണിക്കാം എന്നുള്ളത്. എക്സിറ്റിലാണെങ്കിൽ ഡിസപ്പിയർ, ഫെയ്ഡ്, ഫ്ലൈ ഔട്ട്, ഫ്ലോട്ട് ഔട്ട്, സ്പ്ലിറ്റ്, വൈപ്പ്, അങ്ങനെ കുറേ ഓപ്ഷൻസ്. അതായത് നമ്മുടെ കണ്ടൻറ്റ് പുറത്തേക്ക്, അതായത് ആ സ്ക്രീനിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ അതെങ്ങനെ പോകണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ഓപ്ഷൻസ്. Then once you add the animation from an object, it will show up in the animation pan. നമ്മൾ ഒരു തവണ നമ്മൾ ആ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിന് അനിമേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ അപ്ലൈ ചെയ്ത ഓപ്ഷൻസ് എല്ലാം അനിമേഷൻ പാനിൻ്റെ അകത്ത് ആഡായി കിടക്കും. അതാണ് ആ ഫിഗറിൽ കാണിച്ചേക്കുന്നത്. നമ്മൾ 1, 2 അനിമേഷൻ എഫക്റ്റുകളാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് ആ
ഇവിടുത്തെ ഒബ്ജക്റ്റായ സ്ക്വയറിനും സ്റ്റാറിനും നമ്മൾ ഓരോന്ന് ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണ് ചെയ്തേക്കുന്നതെന്നുള്ളത് തൊട്ടപ്പുറത്ത് അനിമേഷൻ പാനലിനകത്ത് എന്ത് ചെയ്യുന്നു, അത് വന്ന് ആക്റ്റീവായി കിടക്കുന്നു. അപ്പം ഏതൊക്കെ അനിമേഷൻസാണ് നമ്മൾ അപ്ലൈ ചെയ്തതെന്നുള്ളത് നമുക്ക് വ്യൂ ചെയ്യാനായിട്ട് പറ്റും. By default, all the animations are initialized by a click, but you can change this. To change the trigger, right-click on the animation object and choose an alternative trigger. ഡീഫോൾട്ടായിട്ട് നമ്മൾ ഏത് അനിമേഷൻ കൊടുത്താലും ഓരോ ക്ലിക്കിലായിരിക്കും അത് അപ്ലൈ ആയി കാണിക്കാൻ. അത് ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് ആ പാനൽ പോയി റൈറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എങ്ങനെ വരണമെന്ന്, സ്റ്റാർട്ട് ഓൺ ക്ലിക്ക് എന്നോ സ്റ്റാർട്ട് വിത്ത് പ്രീവിയസ് അല്ലെ എഫക്റ്റ് ഓപ്ഷൻസ്, അതിൻ്റെ ടൈമിംഗ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. Then start on click will cause the animation to start when you click the mouse. അതായത് അനിമേഷൻ എപ്പോഴായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്യുമ്പോഴായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്ന ഓപ്ഷൻ സ്റ്റാർട്ട് ഓൺ ക്ലിക്ക്. ആ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്നതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ഓൺ ക്ലിക്ക് വിൽ കോസ് ദ അനിമേഷൻ ടു സ്റ്റാർട്ട് വെൻ യു ക്ലിക്ക് ദ മൗസ്. സെക്കൻഡ് വൺ ഈസ് സ്റ്റാർട്ട് വിത്ത് പ്രീവിയസ്. It will cause the animation to begin within the previous animation. If this is the first object, it will begin as soon as you reach the slide during the slideshow. Next one is start after previous. It will cause the animation to begin after the previous animation ends. Then next step is from the timing section, you can also manipulate the animation timings. ഇത് ഓരോന്നും ഓരോ അനിമേഷൻ എത്ര സെക്കൻഡ് നിൽക്കണം, എപ്പോൾ പോകണം എന്നുള്ളത് നമുക്ക് അനിമേഷൻ ടൈമിങ്സിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. Then to preview the animation settings, just click play on the animation pan. അനിമേഷൻ പാനിൻ്റെ അകത്ത് പോയി നമുക്ക് ജസ്റ്റ് പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പ്ലേ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത ഓരോ അനിമേഷൻസും എങ്ങനെ ആണ് വരുന്നതെന്നുള്ളത് കാണാൻ പറ്റും. അവിടാണ് പ്ലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ കിടക്കുന്നത്. ആ ഇമേജിൻ്റെ അകത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം നമ്മളുടെ സ്ലൈഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു, ഒരു റെക്റ്റാങ്കിളും ഒരു സ്റ്റാറും വരുന്നതായിരുന്നു നമ്മുടെ സ്ലൈഡ് എന്ന് പറയുന്നത്. അതാണ് ഇപ്പുറത്ത് കാണിച്ചേക്കുന്നത്. നമ്മൾ സെലക്ട് ചെയ്ത് നമ്മുടെ അനിമേഷൻസ് സെലക്ട് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു സ്ലൈഡാണ്. അതുകൊണ്ട് ആ തൊട്ടപ്പുറത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണിച്ചിരിക്കുന്നത്. ആ ഒരെണ്ണത്തിൽ നമ്മൾ 2 അനിമേഷൻസ് കൊടുത്തു. ഒന്ന് നമ്മൾ ആ സ്ക്വയറിനും ഒന്ന് നമ്മൾ ആ സ്റ്റാറിനും നമ്മൾ അപ്ലൈ ചെയ്ത്. അതുകൊണ്ടാണ് റൈറ്റ് സൈഡിൽ അനിമേഷൻ പാനിൻ്റെ അകത്ത് 2 അനിമേഷൻ എഫക്റ്റുകൾ അത് ആക്ടിവേറ്റ് ആയിട്ട് കിടക്കുന്നത്. അവിടാണ് തൊട്ട് മുകളിലായിട്ട് പ്ലേ എന്ന് പറഞ്ഞ ഒരു ബട്ടൺ കണ്ടോ, എല്ലാവരും ശ്രദ്ധിച്ച് ആ ഫിഗറിൻ്റെ അകത്തുണ്ട്. തൊട്ട് മുകളിലായിട്ട് ആ പ്ലേ എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കൊടുത്തിരിക്കുന്ന 2 എഫക്റ്റുകൾ, അതായത് ആ സ്ക്വയറിലും സ്റ്റാറിലും കൊടുത്തിരിക്കുന്ന 2 എഫക്റ്റുകൾ എങ്ങനെയാണെന്ന് ഉള്ളത് അവിടെ പ്ലേ ചെയ്ത് കാണിക്കും. പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഈ പ്ലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ. അപ്പോൾ ഏതൊക്കെ അനിമേഷൻസ് ആണ് നമ്മൾ അപ്ലൈ ചെയ്തത്, അതെങ്ങനെയൊക്കെയാണ് വ്യൂ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലേ ബട്ടൺ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഒന്നിലധികം ഓപ്ഷൻസ് നമ്മൾ സെലക്ട് ചെയ്താൽ അത് താഴെ ഇങ്ങനെ ഓരോന്ന് വന്ന് കിടക്കും. ഏതൊക്കെ ഒബ്ജക്റ്റിന് എന്തൊക്കെ അനിമേഷൻസ് ആണ് നമ്മൾ അപ്ലൈ ചെയ്തേക്കുന്നതെന്നുള്ളത് അവിടെ ഇങ്ങനെ വന്ന് കിടക്കും. ആ പ്ലേ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ ഓപ്ഷൻ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നല്ലതായിട്ട് വ്യൂ ചെയ്യാൻ പറ്റും. അതായത് റൺ ചെയ്യുന്നതിനിപ്പുറമായിട്ട് അവിടെ നിന്ന് നമുക്ക് അത് കാണാൻ പറ്റും. അപ്പോൾ പ്ലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് അതിനെ ഒന്ന് വ്യൂ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ എന്താണ് അനിമേഷൻ എന്ന് പറഞ്ഞാൽ, അനിമേഷൻ എഫക്ട്സ് ഷോസ് മൂവ്മെൻറ്റ് ഇൻ ടെക്സ്റ്റ് ആൻഡ് ഒബ്ജക്ട്സ് ഇൻ എ പ്രസൻറ്റേഷൻ സ്ലൈഡ്. The animation effects allow you to specify how the text and object should appear in the slideshow. കേൾക്കുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും, സിമ്പിളാണ്. നമ്മൾ ഈ കേൾക്കുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. നമ്മൾ ഒരു തവണ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര സിമ്പിളാണെന്നുള്ളത്. അപ്പം ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ സ്റ്റെപ്സ് ഫോർ ക്രിയേറ്റിംഗ് അനിമേഷൻ എഫക്ട്സ് ഇൻ പവർ പോയിൻറ്റ്. സ്റ്റെപ്സ് എഴുതുമ്പോൾ 1 by 1 ആയിട്ട് ബുക്കിൽ എഴുതിയിട്ട് വേണം അത് സെൻഡ് ചെയ്ത് തരാൻ. ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ സ്റ്റെപ്സ് ഫോർ ക്രിയേറ്റിംഗ് അനിമേഷൻ എഫക്ട്സ് ഇൻ പവർ പോയിൻറ്റ്.